ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ പകർച്ചവ്യാധികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസറൊക്കെ വാങ്ങാൻ തന്നെ ഷോർട്ടേജാണ്. കടയിൽ ചെന്ന് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെന്നാൽ തന്നെ വാങ്ങാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല കംപ്ലീറ്റ് സുരക്ഷ നൽകുന്ന ഒരു ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെന്ന് വീട്ടിലെ അലോവേരയിൽ നിന്ന് ഒരു തണ്ട് മുറിച്ചെടുക്കുക, ഒരു ഇല ഇതേപോലെ മുറിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ തോല് കളഞ്ഞ് എടുക്കുക. പിന്നെ ഇത് നല്ല രീതിയിൽ കഴുകി വാഷ് ചെയ്ത് വേണം ഇതിൻ്റെ ജെല്ല് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ആ പുറത്ത് വരുന്ന ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കറയുണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിലാകുകയാണെങ്കിൽ ചൊറിച്ചിലും അലർജിയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അന്നേരം അത് വരാതിരിക്കാൻ വേണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകി വേണം നമ്മൾ ഈ അലോവേരയുടെ ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസ് ഫീൽ തരുന്നതാണ്. നല്ലൊരു അതുപോലെ തന്നെ സ്കിന്നിനുള്ള ചൊറിച്ചിൽ, അലർജി ഇതിനൊക്കെ വളരെ നല്ലതാണ് ഈ അലോവേരയുടെ ഈ ജെല്ല്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ അലോവേരയുടെ ജെല്ലിൻ്റെ അകത്ത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഈ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് അടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ജെൽ ഫോമിൽ കിട്ടണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലിക്വിഡ് ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് അടിച്ചെടുക്കുന്നത്. ഞാനിത് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഓക്കെ, ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഞാനിനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടിയ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. അത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഈ ഒരു സാധനം മാത്രം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. ഓൾറെഡി നമുക്ക് അലോവേര ജെല്ലൊക്കെ വീട്ടിലുണ്ടല്ലോ. അന്നേരം ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ മാത്രം കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്ന ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഇതൊരു 100 ml ഉണ്ട്. അന്നേരം അത് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ 100 ml ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 40 ml അലോവേരയുടെ ജെല്ല് ചേർത്താൽ മതി. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ്. വൈറസിൽ നിന്നും വേറെ പല ബാക്ടീരിയകളിൽ നിന്നും ഒക്കെ നമ്മുടെ കൈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഈ സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അറിയാതെയാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഹാൻഡ് സോപ്പും വെള്ളവും ഒന്നും എല്ലായിടത്തും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഹാൻഡ് സാനിറ്റൈസർ നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഹാൻഡ് സാനിറ്റൈസറാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ലാവൻഡർ ഓയിലാണ്. അത് ലാവൻഡർ ഓയിലിൻ്റെ കുറച്ച് ഡ്രോപ്സ് മാത്രമേ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡ് സാനിറ്റൈസറിന് നല്ലൊരു മണവും കിട്ടും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് കൂടെ കിട്ടും. ഈ ലാവൻഡർ ഓയിലിൻ്റെ തെറാപ്യൂട്ടിക് എഫക്റ്റ് കൂടി നമ്മുടെ ഈ ഹാൻഡ് സാനിറ്റൈസറിന് കിട്ടും. നമ്മുടെ കൈക്കൊക്കെ നല്ലൊരു മോയ്സ്ചറൈസേഷൻ കിട്ടുന്നതാണ് ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ഈ ലാവൻഡർ ഓയിൽ ഇല്ല എങ്കിൽ ജസ്റ്റ് നമ്മുടെ നാരങ്ങാ നീര് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താലും മതി. ഓക്കെ, ഒത്തിരി ഒന്നും വേണ്ട, 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ല രീതിയിൽ ഇതെല്ലാം കംപ്ലീറ്റ്ലി നല്ലതുപോലെ മിക്സ് ആകത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഹാൻഡ് സാനിറ്റൈസർ വീട്ടിലുണ്ടാക്കുന്നതെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹാൻഡ് സാനിറ്റൈസറാണ്. നല്ല പ്രൊട്ടക്ഷനും കിട്ടുന്നതാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ബോട്ടിലിലേക്ക് ഒഴിച്ചു വെക്കാം. കണ്ടോ, എത്ര പെട്ടെന്നാണ് ഹാൻഡ് സാനിറ്റൈസർ വീട്ടിലുണ്ടാക്കിയത്. ഇനി ഇത് നമ്മൾ ബാഗിലോ പേഴ്സിലോ എവിടെയാണെന്ന് വെച്ചാൽ വെക്കുക. പുറത്ത് പോകുമ്പോൾ
അല്ലെങ്കിൽ വീട്ടിലോ എല്ലായിടത്തും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അഥവാ നിങ്ങൾ കടയിൽ നിന്നാണ് ഹാൻഡ് സാനിറ്റൈസർ വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യണം. ഒരു 60% ആൽക്കഹോളിൻ്റെ പ്രസൻസ് ഉള്ളതാണ് നമുക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നത്. ചില ഹാൻഡ് സാനിറ്റൈസർ വാങ്ങുന്നതിൻ്റെ അകത്തുനിന്ന് 60% ആൽക്കഹോളിൻ്റെ അളവില്ല. നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വാങ്ങുക. എന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് കവറേജ് നമുക്ക് വൈറസിൽ നിന്നും മറ്റ് ഇൻഫെക്ഷനിൽ നിന്നൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, എപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാൻ ശ്രദ്ധിക്കുക. സോപ്പും വെള്ളവും കിട്ടിയില്ല എങ്കിൽ ഇതുപോലെയുള്ള ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പച്ചമുളകിൻ്റെ മുരടിപ്പിന് പറ്റിയ ഒരു റെമഡിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല എങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. ബൈ, സീ യു.